ഇതിൽ എങ്ങനെ നമുക്കൊരു ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രോജക്റ്റ് വേറൊരാൾക്ക് എനിക്ക് ഷെയർ ചെയ്യണം. ഞാനൊരു ഷെയറിങ് ഓപ്ഷനാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മളതെങ്ങനെ ഷെയർ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ മൈ പ്രൊജക്റ്റിൽ വരിക, യൂസർ സെൻറ്ററിൽ വന്നിട്ട് ഡിസൈൻ കമ്മ്യൂണിറ്റി, ഷെയർ യുവർ പ്രൊജക്റ്റ്, നെക്സ്റ്റ് കൊടുക്കാം. ഇപ്പോൾ എനിക്ക് ഈ ഒരു വർക്കാണ് ഞാൻ ഷെയർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു വർക്ക് ഞാൻ ടിക്ക് ചെയ്ത് കൊടുക്കാം. അറ്റ് എ ടൈമിൽ ഒരു പ്രൊജക്റ്റൊക്കെയാണ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ ക്ലയൻറ്റിൻ്റെ പേര് കൊടുക്കാം. നിങ്ങളിവിടെ കൊടുക്കുന്ന പേരായിരിക്കും ഷെയർ ചെയ്ത് കയ്യിൽ കിട്ടിക്കഴിയുമ്പം അവരുടെ കയ്യിൽ വരുന്ന പേര്. നമുക്ക് കൺഫ്യൂഷൻ ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് കറക്റ്റ് ആ ഒരു ക്ലയൻറ്റിൻ്റെ നെയിം എഴുതി കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഉള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഏതൊരു ഓപ്ഷനായാലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാം. താഴെ വരുമ്പം ഇതാണ് കുറച്ചും കൂടി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം പബ്ലിഷ് ടു കൊഹോം റെക്കമെൻഡഡ് നോ കൊടുക്കാം. ക്യാൻ ബി ഡ്യൂപ്ലിക്കേറ്റ്, ഇത് നമുക്ക് മെയിനായിട്ട് കൊടുക്കേണ്ട പോയിൻ്റാണ്. ഇത് ക്യാൻ ബി ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമുക്കത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കെന്ന് വെച്ചാൽ എടുക്കുന്ന ആ ഒരു ആൾക്ക് നമുക്കത് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്താലേ അവർക്കത് കോപ്പി ഓപ്ഷൻ കിട്ടുള്ളൂ. അതല്ലെങ്കിൽ ആ ഒരു ഫയൽ അങ്ങനെ ജസ്റ്റ് വന്ന് ഷെയർ ആയി കിടക്കും, നമുക്കത് കോപ്പി എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇത് ക്യാൻ ബി ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത് നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് പബ്ലിഷ്. ഇതിന് പബ്ലിഷ് ആയിട്ടുണ്ട്. ഈ പബ്ലിഷ് ആയിട്ടുള്ള ഐറ്റം നമ്മൾക്ക് ഇപ്പോൾ വേറൊരാൾ എനിക്ക് ഒരു ഫയൽ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ഇങ്ങനെ കോപ്പി ചെയ്യാന്നുള്ള ഓപ്ഷനാണ് ഞാനിപ്പോൾ പറയുന്നത്. ഡിസൈൻ കമ്മ്യൂണിറ്റി തന്നെ എക്സ്പ്ലോർ മോറിൽ പോയിട്ട് ഓൾ കൊടുക്കാം. ഓള് കൊടുത്താലേ നമ്മുടെ ഫയൽ വരുള്ളൂ. ഇപ്പോൾ ഓള് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേ ഞാനവിടെ ഷെയർ ചെയ്ത ഫയൽ ഇവിടെ ഒന്ന് സേവ് ആയിട്ട് കിടപ്പുണ്ട്. ഈ ഓള് കൊടുത്താൽ മാത്രം എനിക്കിത് വരത്തുള്ളൂ. എഡിറ്റർ ചോയ്സിലോട്ട് കിടന്നാൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ ഒരു ഫയൽ ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ എന്താ റൈറ്റ് സൈഡിൽ നമുക്കിവിടെ ഒരു കോപ്പി ഓപ്ഷൻ ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ്. അത് നമ്മൾ ക്യാൻ ബി ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് മാത്രമാണ് നമുക്കിവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കോപ്പി ആയിട്ടുണ്ട്. കോപ്പി എന്ന് കാണിക്കും. ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കളയാം. അക്കൗണ്ടിൽ വരാം, മൈ പ്രൊജക്റ്റിൽ വരാം. മൈ പ്രൊജക്റ്റ് വന്നു കഴിയുമ്പം നമ്മളൊരു കോപ്പി ചെയ്ത ആ ഒരു ഇത് ഇവിടെ വന്ന് കിടപ്പുണ്ടാവും. ഓക്കെ, ഫസ്റ്റ് വന്ന് കിടക്കുന്ന പ്രൊജക്റ്റ് നമുക്ക് കോപ്പി ചെയ്ത പ്രൊജക്റ്റിൻ്റെ ആയിരിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കോപ്പി ഷെയർ ചെയ്യുന്ന ഓപ്ഷൻസ്. ഓക്കെ.